മലപ്പുറം ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വണ്ടൂരിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. കലോത്സവ നഗറിലും ടൗണിലും പ്രവർത്തിക്കുന്ന കടകൾക്കാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കച്ചവടക്കാർ, താൽക്കാലിക ഭക്ഷ്യ സ്റ്റാളുകൾ എന്നിവയ്ക്ക് ആരോഗ്യവകുപ്പിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. ബ്രാൻഡഡ് അല്ലാത്ത ഐസ് ഉൽപ്പന്നങ്ങൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി. കലോത്സവം കഴിയുന്നതുവരെ ശക്തമായ തുടർ പരിശോധനകളും നടപടികളും ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വണ്ടൂര് നടക്കുന്ന ജില്ലാ കലാമേളയുടെ ഭാഗമായിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ പരിശോധനയാണ് ഇന്നു മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് വണ്ടൂർ വെച്ച് 16ഓളം സ്റ്റേജുകളിലായിട്ടാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഗ്രൂപ്പ് ആളുകളും കുട്ടികളും പങ്കെടുക്കുന്ന പരിപാടിയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുക. ആ 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവരെല്ലാം കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ ഹോട്ടലുകളും കൂൾ ബാറുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ നടത്തുന്ന പരിശോധനയിൽ എല്ലാ കൂൾ ബാറുകളും ഹോട്ടലുകളും കൃത്യമായ ആരോഗ്യവകുപ്പിന്റെ മാനദണ്ഡങ്ങൾ മുഴുവനായി പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. മാത്രമല്ല, വെള്ളം കൊടുക്കുന്ന സമയത്ത് അതിലുപയോഗിക്കുന്ന ഐസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്യൂബുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ജ്യൂസ് അടിക്കുകയാണെങ്കിൽ മിനറൽ വാട്ടറിലെ വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ജ്യൂസ് അടിക്കേണ്ടത്. ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ള കുടിവെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കടകളും ഹോട്ടലുകളും മാത്രം ഈ സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തിയാൽ മതി എന്നാണ് നമ്മുടെ തീരുമാനം. കാരണം നമുക്കറിയാം, കണ്ണൂര് നടന്ന സംഭവം ഉൾപ്പെടെ ഹെപ്പറ്റൈറ്റിസ് ഔട്ട്ബ്രേക്ക്, മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കലാമേളയുടെ ഭാഗമായി ഒരു കാരണവശാലും ഒരു കടയിൽ നിന്ന് പോലും അത്തരത്തിലൊരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല, 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മറ്റു പഞ്ചായത്തുകളിലെ മുഴുവൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും മാറി നമ്മൾ ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. രാത്രി ഉൾപ്പെടെ ഷിഫ്റ്റ് ആയിക്കൊണ്ട് ഡ്യൂട്ടി കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ മാനദണ്ഡങ്ങൾ കർശനമായും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കൂൾ ബാറുകളും ഹോട്ടലുകളും കൃത്യമായി പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ കർശനമായ നടപടികളും കടകൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവുമെന്ന് കൂടി സമയത്ത് അറിയിക്കുകയാണ്. വണ്ടൂർ താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിലെ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കടകളിൽ പരിശോധന നടത്തി. തിരുവാലി ഹെൽത്ത് ബ്ലോക്കിന് കീഴിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഇൻസ്പെക്ടർമാർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. സ്ഥാപനങ്ങളുടെ ലൈസൻസ്, പൊതുശുചിത്വം, ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ്, മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിച്ചത്. വീഴ്ച കണ്ടെത്തിയവർക്ക് നോട്ടീസ് നൽകി. ഏതാനും പേർക്ക് ഫൈനും അടിച്ചു നൽകി. പരിശോധനയ്ക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് അമ്പ്രക്കാട്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജസീർ, ജിതേഷ്, വിശ്വജിത്ത്, കിഷോർ, അനിൽ, ജിതിൻ, ഡോക്ടർ നീരജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, നിലമ്പൂർ.